ദൈവത്തിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രാധാന്യം വഹിക്കുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷപദം നിലനിൽക്കുന്ന മലങ്കര സഭയുടെ അംഗവാലി വിലാസനായി മലങ്കര സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്, നാം എല്ലാം ഏറെ ആദരിക്കുന്ന നമ്മുടെ പിതാവുമായ അഭിവന്യ പോളികാർപ്പോസ് തിരുമേനി, മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി, എന്റെ വന്യ ഗുരുവും കൂടിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം കൊവനാട്ടച്ചൻ, സഭാ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ യുവത്വത്തിന്റെ പ്രതീകവും കൂടിയായ ഡോക്ടർ ജോർജ് ജോസഫ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അംഗമാലി ഭദ്രാസനത്തിന് ചുമതലക്കാർ കൂടിയായ വന്യ വൈദിക ശ്രേഷ്ഠനെ, മറ്റേ എല്ലാ സ്നേഹമുള്ള വൈദികരെ, കന്യാസ്ത്രീകളെ, സഭാ വിശ്വാസികളെ, അംഗമാലി ഭദ്രാസന ദിനവും മലങ്കര സഭയുടെ ധീര രക്തസാക്ഷികളായി മാറിയിട്ടുള്ള കുര്യാക്കോസ് ചേട്ടന്റെയും വർഗീസ് ചേട്ടന്റെയും സംയുക്ത അനുസ്മരണ സമ്മേളനവും നടക്കുന്ന ഈ അവസരത്തിൽ ഈ വേദിയിൽ പ്രസംഗിക്കുവാൻ ഒരു അവസരം ലഭിക്കുന്നതിൽ ദൈവത്തെ പ്രത്യേകമായി സ്തുതിക്കുന്നു. അഹമ്മദാബാദിൽ ഇരുന്ന എന്നെ അഭിമന്യ പോളികാർപ്പോസ് തിരുമനസ്സോട്, യഥാർത്ഥത്തിൽ ഞാൻ എന്നെ തിരുമനസ്സോട് വിളിക്കുമ്പോൾ ഞാൻ അഹമ്മദാബാദിലുമായിരുന്നില്ല, വിലാസനത്തിൻ്റെതായ മസ്കറ്റ് പള്ളിയിൽ സന്ദർശനത്തിലിരിക്കുമ്പോഴാണ് എന്നെയും എൻ്റെ നമ്പറെല്ലാം തേടി പിടിച്ച് കണ്ടെത്തി എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, ഡിസംബർ മാസം 15-ാം തീയതി 3 മണിക്ക് അംഗമാലി ഭദ്രാസനത്തിന്റെ സമ്മേളനത്തിൽ, ഭദ്രാസന ദിന സമ്മേളനത്തിൽ, മലങ്കര വർഗീസ് അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകുവാൻ തക്കവണ്ണം തിരുമേനി കടന്നു വരണം. എനിക്ക് മറിച്ച് പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം ഡിസിപ്ലിൻ ഉള്ള ഒരു സഭയിലെ മുതിർന്ന പിതാക്കന്മാർ പറയുന്നത് താഴെയുള്ളവരെ അനുസരിക്കണം. അതുകൊണ്ട് പിതാവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി നല്ല വിധത്തിൽ ഞാൻ എത്തിക്കൊള്ളാം. അതിനോട് ചേർന്ന് 1-2 കാര്യങ്ങൾ കൂടി ക്രമീകരിക്കുകയും, പ്രത്യേകിച്ച് പള്ളിക്കാട് ബാബാതിന് ഓർമ്മ വരുന്ന കൂടിയാണ് നാളെ കഴിഞ്ഞ് അതിൽ കൂടെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ആ രീതിയിൽ ക്രമീകരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേരുകയായിരുന്നു. ആദ്യമേ തന്നെ അംഗമാലി ഭദ്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നൽകുന്നു. ഈ ഭദ്രാസനത്തിന്റെ മുറിവുകൾ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനോട് ചേർന്നുള്ള ഈ മുഖ്യ പ്രഭാഷണം എന്ന് ഉദ്ദേശിക്കുന്നിടത്ത് 1-2 വേദവാക്യങ്ങൾ, നമുക്കറിയാവുന്ന വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധകളെ കൊണ്ട് കൊണ്ടുവന്ന് ഏതാനും കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 15-ാം വാക്യമാണ്. ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. യേശു ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്തിൽ ജനിപ്പിച്ചത്. മലങ്കര സഭയെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ജനിപ്പിച്ച പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ 1942-ാമത്തെ പെരുന്നാൾ ഈ ആഴ്ചയിൽ രക്തസാക്ഷിത്വ പെരുന്നാൾ സഭ ആഘോഷിക്കുകയാണ്. നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ നമ്മെ പര്യാപ്തരാക്കി
മലങ്കര സഭാ മക്കൾക്ക് ഉണ്ട്. അതൊരു കാലത്ത് സഭാ ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ താൽക്കാലിക ലാഭം നോക്കിക്കൊണ്ട് പല വിദേശ പ്രസ്ഥാനങ്ങളുടെയും പുറകിൽ നടന്ന് മലങ്കരയെ മറന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു ജനത്തെ ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കൊഴുക്കട്ടയിൽ വെച്ച സ്വർണ്ണനാണയത്തിന് വേണ്ടി സഭാസ്ഥാനങ്ങൾ പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് റോമാനൃതത്തിലേക്ക് പോയ ആളുകൾ മുതൽ ചരിത്രം ആവർത്തിക്കുകയാണ്. എന്നാൽ അവിടെ മറ്റൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു സ്വതന്ത്ര രാജ്യത്തിൽ ഒരു സ്വതന്ത്ര സഭയുടെ മക്കളായിട്ട് പിതാവിനെ മറക്കാത്ത ഒരു സഭയായി മലങ്കര മക്കൾ നിലനിൽക്കുമെന്ന് അത്യുച്ചത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു ജനതയാണ് ഇന്ന് എന്റെ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത്. മലങ്കര സഭയുടെ അഭിമാനമുള്ള മക്കൾ. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വവും കടപ്പാടുമാണ് പരിശുദ്ധ മാർത്തോമാശ്ലീഹായാൽ നട്ടു നനച്ചു വളർത്തിയതായ ഈ സഭയെ നിലനിർത്തുക, അതിനെ പരിപാലിക്കുക എന്നുള്ളത്. ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകാം. അവിടെ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അവിടെയൊക്കെ നിവർന്നു നിന്നുകൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങളോ കഷ്ടങ്ങളോ എനിക്കുണ്ടായാലും ഞാൻ മാർത്തോമാശ്ലീഹായുടെ മക്കളാണ് എന്നുള്ളതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ വാക്യത്തോട് ചേർത്ത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ 3-ാമത്തെ ലേഖനത്തിൽ എഴുതിയ ഒരു വാക്യം കൂടി ഞാൻ ഓർക്കുകയാണ്. 3-ാം ലേഖനത്തിന്റെ 4-ാം വാക്യം അദ്ദേഹം പറയുകയാണ്, എന്റെ മക്കൾ സത്യത്തിൽ നടത്തുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മാർത്തോമാശ്ലീഹ മുതൽ ഇന്നയോളം മലങ്കര സഭയെ നയിച്ച പിതാക്കന്മാർ, പ്രത്യേകിച്ച് അന്തമാന ഭദ്രാസനത്തിന്റെ ചരിത്രത്തിൽ അമ്പാട്ട് പൂർവ്വസ് മുതൽ നമ്മുടെ ഈ അടുത്ത നാളിൽ യാത്ര പറഞ്ഞ പഹോമിയസ് തിരുമേനി ഉൾപ്പെടെയുള്ള ബർന്നബാസ് തിരുമേനി ഉൾപ്പെടെയുള്ള എല്ലാ പിതാക്കന്മാരും വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനോട് ചേർന്ന് ഇന്ന് നമ്മോട് പറയുന്ന വാക്യം ഇത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഒരു നിമിഷം ഈ സത്യത്തിലുള്ള സഞ്ചാരത്തിൽ നിന്ന് വ്യതിചരിക്കുകയാണെങ്കിൽ ഒരുപാട് സാമ്പത്തികവും അതുപോലെയുള്ള നേട്ടങ്ങളും നമുക്കുണ്ടാകുമായിരിക്കാം. എന്നാൽ അതിലൊന്നും നാം ആരംഭിക്കാതെ സത്യത്തെ മുറുകെ പറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുകയാണ്. പാഠ്യമുള്ളവരിൽ ദീർഘമായി സംസാരിക്കാനുള്ള അവസരമല്ല എന്ന് എനിക്കറിയാം. എന്നാലും എന്നെ ഇവിടെ വിളിച്ചപ്പോൾ അതിന് പുറകിൽ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എന്നോട് തിരുമേനി പറഞ്ഞ എന്തെങ്കിലും പറയും എന്നാണ്. എനിക്ക് പറയുന്നതിൽ ഒരു മടിയുമില്ല, ഉള്ള കാര്യങ്ങളെ ഞാൻ പറയാറുണ്ട്. അത് പറയാനായിട്ട് എന്തെങ്കിലും 1-2 കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യമേ ഒന്ന് പറയുകയാണ്, ഈ നുണ മാത്രം എഴുതി വിടുന്ന ചില പത്രങ്ങളുണ്ട്. അതിൽ സെക്കുലർ എന്ന് അവകാശപ്പെടുന്ന മംഗളപത്രമുണ്ട്. അതല്ല സഭയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന യാക്കോ ഉപായ സഭയുടെ പേരും നാമമില്ലാത്ത, ലേഖകന്റെ പേരെഴുതാത്ത, സൂക്ഷ്മചിത്രക്കും മീഡിയ സ്കാനമൊക്കെ എഴുതുന്ന ഏതോ ഒരു സംരക്ഷകനുണ്ട്. അവരുടെ ഒക്കെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഒളിഞ്ഞും വാർത്തും ഇരുന്ന് പ്രസംഗങ്ങളൊക്കെ കേൾക്കുകയും അതിന് മറുപടി അവരുടെ പത്രത്തിൽ പേര് വയ്ക്കാതെ എഴുതുകയും ചെയ്യാറുണ്ട്. ഇവിടെ നേരത്തെയൊക്കെ പരാമർശിക്കപ്പെട്ട
വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല എന്നല്ല, ഒരു ശ്രേഷ്ഠതയുമില്ല, കയ്യിൽ എന്താ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നാട്ടിൽ ജനിച്ചുപോയി എന്നുള്ളതുകൊണ്ട് നാടിന് പോലും അപമാനമായിരിക്കുന്ന ചില പുള്ളികളുടെ കഥകളൊക്കെ പൊലിപ്പിച്ചെഴുതുന്ന ആ പത്രം ഉള്ള സത്യം പറയുന്നവരെ ചില വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. എന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് വിളിക്കുന്നത് മലങ്കരയിൽ ഇത്ര സംസ്കാര ശൂന്യനായ ഒരു പിതാവ് ഇല്ല എന്നാണ്. അതായത് പിതാവ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതിൽ ഞാൻ അവരോട് നന്ദി അറിയിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ സംസ്കാരശൂന്യനാകുന്നത്? സത്യം പറയുന്നവരെ ഈ കൂട്ടർക്ക് കാണരുത്. ഇടയ്ക്കൊരു തമാശ പറയാൻ, എന്റെ ഭദ്രാസനത്തെ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഭദ്രാസനത്തിന്റെ പേര് അഹമ്മദാബാദ് എന്നാണ്. അതുകൊണ്ട് അതിനെ ഒന്ന് വ്യാഖ്യാനിച്ചെഴുതി മീഡിയ സ്റ്റാൻഡാർഡിൽ അഹമ്മദി ബാധിച്ച മെത്രാൻ. ഒരു കുഴപ്പമില്ല. ഞാനതിനെ അഭിമാനിക്കുന്നു. കാരണം വളരെ അത്യാവശ്യമായിട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുവാനായിട്ട് ചിലപ്പോഴൊക്കെ ഇച്ചിരി സത്യം പറയേണ്ടി വരും. അത് അഹമ്മദിയാണെങ്കിൽ ആ അഹമ്മദി അംഗീകരിക്കുക. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ദീർഘമായിട്ടൊന്നും പറയുക. കൊണ്ട് പറഞ്ഞു, ഇടയ്ക്ക് പെട്ടെന്ന് ഓരോരുത്തരും മെത്രാന്മാരായിട്ട് വരും. അത് ഇതിനോടും എല്ലാ സ്നേഹവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അതിന് പെട്ടെന്നല്ല പോയി പെട്ടെന്നല്ല ഒരു മെത്രാന്മാരാകുന്നത്. ഒരു മെത്രാനെ ഈ ഇടയ്ക്ക് ആളുടെ പേരുന്നാളോ എന്ന് ഞാൻ പറയുന്നില്ല. എന്നെ അടുത്തറിയാവുന്നവർക്ക് ആ മെത്രാപ്പൊലീസ് ആരാന്നറിയാം. ഫേസ്ബുക്കിലൊക്കെ പോകുന്നത്. ഒരു മെത്രാനുമായിട്ട് കുറച്ചു നേരം ഒന്നിച്ച് യാത്ര ചെയ്യുവാനും സംസാരിക്കാനൊക്കെ സാധിച്ചപ്പോൾ ആ മെത്രാൻ പറഞ്ഞു, കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് തീർക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്നെ പള്ളിയിലേക്ക് ഒന്നും വിളിക്കരുതെന്നാണ് ഓർഡർ. ഭദ്രാസനത്തിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലേക്ക് ഒന്ന് പോയി ഉടനെ ആ ഭദ്രാസനത്തിന്റെ ചുമതല കൂടെ ഏറ്റെടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ട ഒരു അനുഭവത്തിലാണ്. ഇവിടെ അഭിവൃദ്ധിയോട് ഐറോട് നിങ്ങൾ ആരെങ്കിലും പറയാൻ ചുമ്മാ വരുവാനാകില്ല. പിടിപ്പത് കാശ് കൊടുത്താണ് പ്രാമാരാകുന്നത്. മലങ്കര സഭയുടെ കാര്യമല്ല. മലങ്കര സഭയിലേക്ക് അടുത്ത കാലത്ത് മെത്രാനായ ആളുകളാണ്. 5 പൈസയുടെ ചെലവ് എനിക്കുണ്ടായിട്ടില്ല. ഈ തൊപ്പിയും കുപ്പായവും ഉള്ള എല്ലാ കാര്യങ്ങളും സഭയാണ് സഭയുടെ ദാസന്മാർക്ക് നൽകിയത്. ആരും പണം ചോദിച്ചില്ല. ബഹുമാനപ്പെട്ട സഭാ സെക്രട്ടറി ഒക്കെ വഴി ഇരിപ്പുണ്ട്. അവരാരും 5 പൈസ ചോദിച്ചില്ല. ബാബാജി 5 പൈസ ചോദിച്ചില്ല. പണത്തിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ പോട്ടെ, അതിനൊക്കെ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നേ. പെരുമ്പാവൂർക്കാരോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇടയനാട്ട് കോറപ്പിസ്കോപ്പാസിനെ കാണുമ്പോൾ എനിക്കൊരു സംശയം, അച്ഛാ എങ്ങനെയാണ് ഈ കോറപ്പിസ്കോപ്പാസ്ഥാനത്തൊക്കെ കിട്ടുന്നത്? കാരണം ഈ അടുത്തിടയ്ക്ക് ഒരു കോറപ്പിസ്കോപ്പാണ്. എങ്ങനെയുണ്ടായെന്നറിയാവോ? അദ്ദേഹം പോയിട്ട് ഇത് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരാളോട് നിയമപരമായിട്ടുള്ള നിയമപരമായിട്ട് ഞാനിവിടുത്തെ ഒരു പള്ളിയിലും കയറുന്നില്ല, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പള്ളിയിൽ കയറരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, എന്നെ കോറപ്പിസ്കോപ്പയാക്കിയില്ലെങ്കിൽ ഞാൻ എപ്പം സത്യം വിളിച്ചു പറയും. അപ്പൊ പറഞ്ഞു, ഒരേ നിൽക്കണ ബഹളമുണ്ടാക്കാതെ ചെയ്യാം, നോക്കാം. കുറവാണൊക്കെ തട്ടി നീക്കി. ഞാൻ കേൾക്കുന്നത് എനിക്ക് കൃത്യമാണെന്ന് കൂടെ, പക്ഷെ കേട്ടപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, അതിന്റെ ഇടയ്ക്ക് വർഗീസ് ചേട്ടന്റെ വഴിക്ക് ഇദ്ദേഹത്തെ കൂടെ ഒന്ന് വിട്ട പ്രശ്നം തീരുവല്ലോ എന്നും കൂടെ ചിന്തിച്ചെന്നാ പറഞ്ഞു.
പക്ഷേ അത്രയും സാധിക്കാനതുകൊണ്ട് ലെസർ ഈവൾ തന്നെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. കൂട്ടു മെത്രാപ്പോലീത്തന്മാരുടെ ഒന്നും അറിവോ സമ്മതമോ ഒന്നും കൂടാതെ ഒരു അതിന് സുപ്രഭാതം എന്ന് വിളിക്കാൻ പാടില്ല, നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴാണ് സുപ്രഭാതം എന്ന് പറയാം. ഒരു പ്രഭാതത്തിൽ വിളിച്ചിട്ട് കോറോണിസ്കോപ്പയ 7 മിനിറ്റ് കൊണ്ടാണെന്ന് അടിസ്ഥാനത്തിൽ പറയും. 3 മിനിറ്റ് കൊണ്ട് കുർബാന ചൊല്ലാൻ കോറോണിസ്കോപ്പയാക്കാൻ 7 മിനിറ്റ് ആവശ്യമുണ്ട്. കോറോണിസ്കോപ്പയാക്കിയത് 3 മിനിറ്റ് കൊണ്ടല്ല. ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇടനാളത്തിന് എന്തെങ്കിലും വാക്കോട് പറയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു പക്ഷേ ഒരു വാക്ക് അച്ഛനെ കുറിച്ച് പറയുമായിരിക്കും. ഞാൻ അതിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. അനേകം പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് പറയുകയാണ്. ഒരു സത്യം നാം അറിഞ്ഞിരിക്കണം. നാം ആരാണ് എന്ന കൃത്യമായ അറിവും ബോധവും നമുക്കുണ്ട് എങ്കിൽ മറ്റൊരു ശക്തിയും നമ്മുടെ മുന്നിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സത്യത്തിന്റെ കൂട്ടാളികളായി അതിനുവേണ്ടി നിൽക്കുന്നവരായി നാം നിൽക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഇന്നുവരെ അത് നിന്നു, ഇനിയും അത് നിൽക്കേണ്ടിയിരിക്കുന്നു. അനീതിക്കും അസത്യത്തിനും അധർമ്മത്തിനും ഒരുപാട് നാൾ നിലനിൽക്കുവാനായിട്ട് കഴിയില്ല. വേദശാസ്ത്രം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതിന് കാര്യമുണ്ട്. Satan is neither created nor eternal. സാത്താൻ നിർമ്മിതമല്ല, അതുകൊണ്ട് അവൻ നിത്യനുമല്ല. എന്നാൽ അതേസമയം പഠിക്കുന്നു, but he is temporal. Though he is temporal, he is very powerful. സാത്താൻ ക്ഷണികനാണ്, എന്നാൽ സാത്താൻ അതിശക്തനാണ്. സാത്താന്റെ ശക്തിയെ കുറഞ്ഞു കണ്ടിട്ട് കാര്യമില്ല. ക്ഷണികമാണ്, അത് നിത്യതയില്ല, എന്നാൽ അത് അതിശക്തനാണ്. അതുകൊണ്ട് സാത്താനുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ സഭയുടെ കൽപ്പിതമായിരിക്കുന്ന പ്രമാണങ്ങളിലൂടെ നോമ്പ്, നമസ്കാരം, ആരാധനകൾ ഇങ്ങനെയുള്ള ശക്തമായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഈ സാത്താനെ തോൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിനെ യാതൊരു സംശയവുമില്ല. നമ്മുടെ പിതാക്കന്മാർ അത് വളരെ ശക്തമായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇന്നും പരിശുദ്ധ സഭ അപമൂലമായിട്ട് നിലനിൽക്കുന്നത് എന്ന് നാം ഓർക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഈ സഭയുടെ പാരമ്പര്യങ്ങളെ കാറ്റിൽ പറത്താൻ, പണത്തിന് വേണ്ടി കാറ്റിൽ പറത്താൻ ഒരു മടിയുമില്ലാത്ത ഒരു സാത്താന്യ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അത് കോർപ്പിസ്കോപ്പ സ്ഥാനം എടുക്കുന്നതിന് മാത്രമല്ല, കാശ് മേടിച്ച് മെത്രാന്മാർ പണം എടുക്കുന്നതിന് മാത്രമല്ല, വേദവിപരീതികളുടെ സമൂഹത്തിലേക്ക് സഭയെ കൊണ്ടുചെന്ന് കെട്ടിച്ചാലും എനിക്ക് പണം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് തനി പ്രൊട്ടക്ഷൻ സമയമായി കൂട്ടിച്ചേരുവാൻ പോലും മടി കാണിക്കാത്ത ഒരു വ്യക്തിത്വം. നിങ്ങളിതെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അപ്പൊ കുറച്ചുകൂടി ദൈവത്തെ ഭയമുള്ള അദ്ദേഹം പറഞ്ഞു, ഇത് വേണ്ട, ഈ 2 സഭയും തമ്മിൽ ചേരുകയില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പൊക്കോളാം. ഇവിടെ KP യോഹന്നാൻ ബിഷപ്പിന്റെ കാര്യം ഞാൻ പറയുന്നത്, അമ്മേ ഞങ്ങൾ മറന്നാലും അന്ത്യോക്യായ മറക്കില്ല എന്ന് പറഞ്ഞവർക്ക് അന്ത്യോക്യായിൽ കൂടെ തിരുവല്ലയെ കൊണ്ടുവന്ന് മഞ്ചാടിയിൽ KP യോഹന്നാൻ ബിഷപ്പിന്റെ മുന്നിൽ വെച്ചിട്ടായാലും എനിക്ക് കാശ് കിട്ടണം. കാരണം 2 ആഴ്ച കൂടുമ്പോൾ എന്റെ വാഹനം മാറിക്കൊണ്ടിരിക്കണം, എനിക്ക് തോന്നിയതുപോലെയുള്ള സുഖലോകതയിൽ ജീവിക്കണം. ഉന്നതാധികാരികളും കേസന്വേഷണ വിഭാഗവും ചോദിക്കുമ്പോഴൊക്കെ തിരിച്ചും മറിച്ചും പഴയ അന്വേഷണ ഏജൻസികൾക്കൊന്നും ചെറിയ കാശൊന്നും കൊടുത്താൽ പോരാ, കോടികളിലൂടെ കൊടുക്കണം. ഇതിനൊക്കെ കാശുണ്ടാകണമെങ്കിൽ നല്ല ഒരു
ഈസ്റ്റേൺ സഭാചരിത്രമുണ്ട്. ഞാൻ ഈ ഒരു പഠനം കൂടെ നടത്തി. എന്താ ഈ അന്ത്യോക്യയോട് ഇത്ര വലിയ താല്പര്യം? അന്ത്യോക്യ വേദശാസ്ത്രമല്ല, അന്ത്യോക്യ വേദശാസ്ത്രം അംഗീകരിക്കുന്നവരല്ല. അന്ത്യോക്യയിൽ ഉണ്ടായ സഭ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അലക്സാന്ദ്രിയൻ വേദശാസ്ത്ര പ്രകാരം. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ സഭയുടെ ആസ്ഥാനം ഒരിടത്തും ഉറയ്ക്കാതെ കാറ്റിനാടി നടക്കുകയാണ്. എങ്ങനെ ഉറയ്ക്കും? രക്ഷ ചോദിച്ചെത്തിയ സഹോദര സഭയെ ഇത്രമാത്രം ഉപദ്രവിച്ചു പീഡിപ്പിച്ച ഒരു സഭയുടെ ആസ്ഥാനം എങ്ങനെ ഉറയ്ക്കും? ഞാനതിനെ ആശംസകൾ നൽകിയാണ്. അത് നമ്മുടെ സഹോദരങ്ങളാണ്, യാതൊരു സംശയവുമില്ല. ഞാൻ അതുകൊണ്ടല്ല പറയുന്നത്. ഇവിടുത്തെ ആളുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, സുറിയാനി സഭയുടെ കാര്യമാണ്. അപ്പോൾ അന്ത്യോക്യ എന്നാൽ ഈ സ്ഥലമാണെങ്കിൽ തുർക്കിയിലെ പട്ടണമാണ്. അപ്പൊ എന്താണ് അമ്മയത്തോളം പ്രാധാന്യത്തോടെ അന്ത്യോക്യയെ ഓർക്കുവാനുള്ള ആ ചേതോവികാരം എന്താണ്? മറ്റൊന്നുമല്ല, ഇവിടെ ഈ തരികട പരിപാടികൾ നടക്കണമെങ്കിൽ മലങ്കരയ്ക്ക് പുറത്തുള്ള മാസ്മരികമായ എന്തെങ്കിലും ഒരു പേര് വിളിച്ചു പറയണം. അതല്ലാതെ അതിനപ്പുറത്ത് ഒരു കാര്യമില്ല. ഇഷ്ടം പോലെ ആ പേരിൽ ബിസിനസ് നടത്താം. യാക്കോബായ സഭയുടെ അതിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് കേട്ടോ, ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അതിലൊരു വ്യക്തിയെ, വളരെ ഉയർന്ന വ്യക്തിയെ ഞാൻ ഈ അടുത്തേക്ക് കാണാനിടയായി. എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു കമാൻഡർ ഉണ്ട്, തിരുമൽ ഈ കമാൻഡറെ ഒന്ന് കാണാൻ പോകണം. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ തന്നെ ഒരു മെമ്പറാണ്, അദ്ദേഹം ഈ സൈനിക പദവിയിലുള്ള കമാൻഡറുള്ളതായിരിക്കും. അപ്പൊ അവിടെ എത്താനായപ്പോഴാണ് മനസ്സിലായത്, അല്ല, ഇത് പാത്രീയർക്കിസ്മാമ കൊടുത്ത കമാൻഡറാണ്. ഓക്കെ, നല്ല കാര്യം. ഏതായാലും ഇറങ്ങി തിരിച്ച് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം കണ്ടു, വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. നിഷ്കളങ്കമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം ഷാജിമാറായിരുന്നു. അല്ല, അറിയാമല്ലോ, ഞാൻ ആദ്യം ഷെബരിയാറായിരുന്നു. ഇത് എന്ന് പറഞ്ഞാലൊക്കെ അവിടെ പോകുന്നത് തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഓരോന്നിനും ഓരോ റേറ്റ് ഉണ്ട്, ഓരോന്നിനും ഓരോ റേറ്റ് ഉണ്ട്. അപ്പൊ ആദ്യം ഷെബരിയാറായിരുന്നു, ഇപ്പം ഞാൻ കമാൻഡറായി. ഇനി ഒരു സാധനം ഉണ്ടെന്നാണ് കേട്ടത്. അത് പ്രാരബ്ധോട് പ്രീശോന്നോ പ്രാരബ്ധോട് കൽബോന്നോ വെച്ചുള്ള ഒരു സാധനമാണ്. സുറിയാനി അറിയുന്നതോട് പുറത്തോട് മനസ്സിലായി. അപ്പൊ ആ സാധനം കിട്ടാനായിട്ടുള്ള ഒരു ശ്രമം ഞാനിപ്പോ നടത്തുക. കാരണം പാവപ്പെട്ട അപ്പത്തിന് കുറെ കാശുണ്ട്, പിള്ളേരൊക്കെ നല്ല ദൈവത്തിന്റെ കൊണ്ട് നല്ല സ്ഥാനത്താണ്. അപ്പൊ അപ്പത്തിന് പോകുമ്പോഴേ ഇതും കൂടെ കിട്ടിയാൽ നല്ലതല്ലേ. ഞാൻ പറഞ്ഞത്, പാവപ്പെട്ട മനുഷ്യനെ ഏതൊക്കെ വിധത്തിൽ കബളിപ്പിക്കാമോ ആ രീതിയിൽ കബളിപ്പിച്ച് അതിനുവേണ്ടി സഹോദരങ്ങളെ തമ്മിലടുപ്പിച്ച് എന്തൊക്കെയാ കാണിച്ചു നോക്കുന്നത്. ആംബുലൻസിലെ കഥ ആംബുലൻസോട് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് വീട്ടിൽ ജനങ്ങളൊക്കെ കയറിയില്ല. ആ കാര്യത്തിൽ വിദഗ്ധനാണ്. കോലഞ്ചേരിയിൽ കാർഷിക നടക്കുന്ന സമയത്ത് ശ്രീമാപ്പെരുന്നാളിന് കുർബാന ചൊല്ലാനുള്ള ആകാംക്ഷ മുതൽ കുരിശു വഴി തല്ലിപ്പൊളിച്ചകത്ത് കയറി കുർബാന ചൊല്ലി. ശ്രീവായോടും സഭയോടും സഭയുടെ ആരാധനകളോടുമുള്ള ശുഷ്കാന്തി. ഇപ്പം പോലീസ് കേസെടുക്കുന്നില്ല. കാരണം എന്താണ്? കേസെടുത്തിട്ട് ഒരു വിശേഷവുമില്ല. കേസ് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇതുപോലെ എത്ര കേസ് കളിച്ചാൽ അവർ പറയുന്നത് ഒരുപാടുണ്ട്, ഇനി എന്തിനാണ് എടുക്കുന്നത്? ഒന്നിനും തീർപ്പാകില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന വ്യക്തികൾ അവരുടെ സകല ചുമതലാബോധവും മറന്നിട്ട് നാട്ടിൽ പട്ടിണിയും പരിവട്ടവും വിലക്കയറ്റവും ഉള്ളപ്പോൾ നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ ഒരു സംവിധാനമായി
ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഒരു വാക്കാണ്, ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. ഗുജറാത്തിൽ BJP ഗവൺമെന്റ് ആണുള്ളത്, മധ്യപ്രദേശിലും BJP ഗവൺമെന്റ് ആണുള്ളത്. വീണ്ടും തിരിച്ചു എന്റെ പ്രചാരണത്തിൽ പിന്നെ BJP അല്ലാത്ത സർക്കാർ ഉണ്ടായിരുന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ രാജസ്ഥാനും BJP സർക്കാരായി. അതുകൊണ്ട് എന്റെ ഭദ്രാസനം തന്നെ ഇപ്പോൾ BJP ഗവൺമെന്റ് ഭരിക്കുന്നത്. എനിക്കൊന്ന് തോന്നിയത് ഇതാണ്, അവിടെ നീതി കുറച്ചുകൂടെ നല്ല രീതിയിൽ നടത്തി കിട്ടുന്നുണ്ട്. എന്റെ എല്ലാ സ്കൂളുകളിലും ആവശ്യമായിരിക്കുന്ന സൗകര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു കളക്ടറെ കാണാനായിട്ട് പോയ രാമകൃഷ്ണനെ ഗാന്ധി ജാംനഗർ എന്ന സ്ഥലത്ത് ഒരു മെത്രാപ്പൊലീത്ത ഒരു ബിഷപ്പ് വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ചേംബറിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെ സ്വീകരിക്കുവാനായിട്ട് എന്റെ കാറിൽ നിൽക്കുന്ന കാർപോറേറ്റർ വന്ന് നിന്നു. ഈ ബിഷപ്പിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് മുനിസിപ്പൽ കമ്മീഷണറിനോട് പറഞ്ഞു. കാരണം നീതിയുള്ള കാര്യങ്ങളാണ് നാം ആവശ്യപ്പെടുന്നത്. നീതി നടത്തി തരുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട് എന്ന് അറിയുന്ന സർക്കാരുകളും സംവിധാനങ്ങളും ഉണ്ടാകണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പാവപ്പെട്ട മനുഷ്യരെ 36 മണിക്കൂറും 48 മണിക്കൂറും വെയിലത്ത് നിർത്തി അവനെന്തെങ്കിലും നത്താമിച്ച കൊടുക്കുന്നു. ഞാൻ വിമർശിക്കുകയല്ല, അങ്ങനെയെങ്കിലും വല്ലതും നടക്കണമെങ്കിൽ നടക്കട്ടെ. ഇതെല്ലാം വ്യക്തിമാഹാത്മ്യം കാണിക്കാനുള്ള ചില തരികിട പരിപാടികളാണ്. ഇവിടെ നല്ലൊരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് മുനിസിപ്പാലിറ്റി ഓഫീസുകളുണ്ട്, പഞ്ചായത്ത് ഓഫീസുകളുണ്ട്, താലൂക്ക് ഓഫീസുകളുണ്ട്, ജില്ലാ ഓഫീസുകളുണ്ട്. അവിടെയൊക്കെ ചെന്നാൽ ജനത്തിന് നീതി നിറക്കി കിട്ടണം. അല്ലാതെ വർഷത്തിലൊരിക്കൽ എവിടെയെങ്കിലും ഒരു സ്റ്റേഡിയം വന്ന് നിൽക്കുമ്പോൾ ആളുകളെ താഴെ കൂടി നല്ല മനുഷ്യരെ, സാക്ഷരതയുള്ള മനുഷ്യരെ വെറും ദാരിദ്ര്യമായിട്ടുള്ള രീതിയിലെ അവരെ ഭിക്ഷക്കാരാക്കുന്നതായ ഒരു സംവിധാനമാണ് നൽകുന്നത്. അതിനുശേഷം ഒരു കാര്യങ്ങളും നടത്തി തരേണ്ടുന്ന ഒരു കാര്യങ്ങളും നടത്തി തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. അവിടെയാണ് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്. മർമാവും വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, മറ്റൊരു തലത്തിൽ ചിന്തിക്കേണ്ടുന്ന കാലം ആയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഒറ്റ ഒരു MP, ഈ LDF-ഉം UDF-ഉം അല്ലാത്ത ഒരു MP കേരളത്തിൽ നിന്നുണ്ട് എന്ന് വന്നാൽ മലങ്കര സഭയുടെ വില എന്താണ് എന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്ന് മനസ്സിലാകും. അതൊരാളും ഉപ്പായിട്ടാലും ജില്ലയിൽ ഇവിടെ വന്നാലും വന്നില്ലേലും നമുക്കൊരു പ്രയോജനവുമില്ല. ഇതിനുള്ള ചിന്ത, ഇതിനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടോ എന്നുകൂടെ ചിന്തിക്കേണ്ടുന്ന സമയമായി എന്നുകൂടെ ഞാൻ ഓർമ്മിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഉപസംഹാരമായിട്ടൊരു വാക്ക് പറയുന്നു, എനിക്ക് എങ്ങോട്ട് ഓടിപ്പോകാനില്ല. അഹമ്മദാബാദിൽ നിന്ന് വന്നാൽ ഇങ്ങനെ 1-2 പരിപാടിയാണ്. അത് കഴിഞ്ഞ് അവിടെ തന്നെ കൂടും. ഇന്ന് തിരുവേദി വിളിക്കുകയാണെങ്കിൽ തിരുവേദി അരവണയിൽ പോയി കാര്യം പിടിച്ച് അവിടെ കിടന്നു. എന്നിട്ട് നാളെ ഉച്ച കഴിയുമ്പോൾ കോട്ടയത്തേക്ക് പോകും. തിരുവേദി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ കോട്ടയത്തേക്ക് പോകും. അതുകൊണ്ട് ഈ മീറ്റിംഗ് തീരുന്നവരെയും ഇവിടെ ഇരിക്കുകയും